ഏകദേശം 104 ഇന്ത്യൻ പൗരന്മാരുമായി US വിമാനം ബുധനാഴ്ച ഉച്ചയ്ക്ക് അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങി. ഇവരെല്ലാം അമേരിക്കയിൽ നിന്നും നാട് കടത്തപ്പെട്ടവരാണ്. ഈ 104 പേരിൽ 30 പേർ പഞ്ചാബിൽ നിന്നും 33 പേർ ഗുജറാത്തിൽ നിന്നുമാണ്. ഇവരിൽ പലരും പുതിയ അമേരിക്കയിലെ ഭരണത്തിന് കീഴിലുള്ള കർശനമായ അതിർത്തി നിയന്ത്രണങ്ങൾക്കിടയിൽ US കടക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് മെക്സിക്കോ US അതിർത്തിയിൽ വച്ച് തടഞ്ഞത്. ഇവരിൽ പലരും ജോലിക്കായി ഏജൻസികളുടെ ചതിയിൽപ്പെട്ട് അമേരിക്കയിൽ എത്തിയവരാണ്. 30 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ചെലവാക്കിയവരുണ്ട് ഇതിൽ. US തൊഴിൽ കണ്ടെത്താനായിട്ടാണ് അവർ അവിടെ എത്തിയത് തന്നെ. നിയമത്തിൻ്റെ വഴിയല്ലാതെ ഒരു രാജ്യത്തിൽ എത്തുന്നതും നുഴഞ്ഞു കയറുന്നതും തീർത്തും തെറ്റ് തന്നെയാണ്. അതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല, ഒരു സംശയവുമില്ല. അതിനാൽ ആ രാജ്യത്തിന് അവരവരുടേതായിട്ടുള്ള നിയമ നടപടികൾ കൈക്കൊണ്ട് നാട് കടത്താൻ തീർച്ചയായും അവകാശമുണ്ട്. പക്ഷേ ഇന്ത്യയും US തമ്മിലുള്ള, പ്രത്യേകിച്ച് മോഡിയും ബൈഡനും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ പൗരന്മാരെ നാട് കടത്തിയ രീതി തീർത്തും മനുഷ്യത്വരഹിതവും അതുപോലെ തന്നെ അപലപിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. കാര്യം ഇവർ ഇത്രയും നല്ല ഒരു ബന്ധത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി മാന്യമായ രീതിയിൽ അവരെ നാട് കടത്താമായിരുന്നു. കാര്യം കൈവിലങ്ങും ചങ്ങലയിലും കാൽ ബന്ധിച്ചും വളരെ മണിക്കൂറുകളോളം പീഡനം അനുഭവിച്ചാണ് അവർ ഇന്ത്യയിൽ എത്തിയത് തന്നെ. ഇന്ത്യക്കാരെ നാട് കടത്തുന്നതിലെ ആശങ്കയാണ് നാം എല്ലാവരും ഇവിടെ ഉറ്റുനോക്കുന്നത്. അമേരിക്കയുമായി നിരന്തരം ബന്ധപ്പെടുകയും ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ടെന്നും നാട് കടത്തപ്പെട്ടവരോട് ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ ആശങ്ക ഇതിനോടകം തന്നെ അമേരിക്കൻ ഭരണകൂടത്തെ അറിയിച്ചെന്നും വിദേശകാര്യ സെക്രട്ടറിയുടെ മറുപടിയിൽ ഉണ്ട്. 104 ഇന്ത്യക്കാരെ വിലങ്ങും ചങ്ങലയും അണിയിപ്പിച്ച് അമേരിക്കൻ സൈനിക വിമാനത്തിൽ അമൃത്സറിൽ എത്തിച്ചതിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ് ഉണ്ടായത്. അമേരിക്കയിലെ 487 ഇന്ത്യക്കാർക്ക് നാട് വിടാനുള്ള അന്തിമ ഉത്തരവ് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നാട് കടത്തലിനെതിരെ എന്തുകൊണ്ട് ഇന്ത്യൻ എംബസി യുക്തിപൂർവമായി പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. കാരണം നിയമവിരുദ്ധമായാണ് അവർ അവിടെ എത്തിയതെങ്കിലും പലരും ഏജൻസികളുടെ ചതിക്കുഴിയിൽപ്പെട്ടാണ് അവിടെ എത്തപ്പെട്ടത്. എന്നാൽ ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം എന്ന് പറയുന്നത്, ഈ ഏജൻസികളിൽ കൂടുതലും പ്രവർത്തിക്കുന്നതും ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ആയതിനാൽ എന്തുകൊണ്ട് ഈ വിവരം അധികാരികളിൽ എത്തിയില്ല എന്നുള്ളതാണ്. നാട് കടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഗുജറാത്തിൽ നിന്നുള്ളവരാണ്, അതായത് പ്രധാനമന്ത്രിയുടെ നാട്ടിൽ നിന്നുള്ളവരാണ്. ഈ നാട് കടത്തപ്പെട്ടവരെ മാന്യമായ രീതിയിൽ വിദേശ നയതന്ത്ര പ്രോട്ടോകോൾ പാലിച്ച് ഇന്ത്യ തന്നെ മുൻകൈയെടുത്ത് ഇന്ത്യൻ സൈനിക വിമാനത്തിലോ അല്ലെങ്കിൽ ചാർട്ടേഡ് ചെയ്ത വിമാനത്തിലോ സേഫായി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഈ നാട് കടത്തപ്പെട്ടവർ അതിക്രൂരമായി 40 മണിക്കൂർ ചിലവിട്ടാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ചത്. ഹരിയാന, പഞ്ചാബ്, പൂനെ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരിൽ പലരും തന്നെ. ഇവരിൽ പലരും നിയമപരമായി US പ്രവേശിക്കാമെന്നുള്ള വാക്കിൽ ഏജൻസികളുടെ ചതിക്കുഴിയിൽപ്പെട്ടവരാണ്. അങ്ങനെ വഞ്ചിക്കപ്പെട്ടവരായിരുന്നു അവർ. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. ഇതിനായി തന്നെ വൻതുകയും ഇവർ മുടക്കിയിരുന്നു. വലിയ വായ്പകൾ വാങ്ങി ചിലവഴിച്ച പണം കൊണ്ട് മനുഷ്യക്കടത്തുകാരാൽ കബളിപ്പിക്കപ്പെട്ടുവെന്നാണ് പറയപ്പെടുന്നത്. ദുർഘടമായ പർവ്വതങ്ങളും കാടുകളും താണ്ടി ഒരുപാട് കിലോമീറ്ററുകൾ നടന്ന് മാസങ്ങളോളം പല ഭൂഖണ്ഡങ്ങൾ താണ്ടി സഞ്ചരിച്ചാണ് അവരവിടെ എത്തിയത് തന്നെ. അങ്ങനെ വരുത്തിവെച്ച ബാധ്യതകൾ തീർത്ത് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് നേരിടേണ്ടി വന്നതോ തീർത്തും പീഡനകരമായ അനുഭവമായിരുന്നു. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും അണിഞ്ഞാണ് തങ്ങളെ അമേരിക്കയിൽ നിന്നും നാട് കടത്തിയതെന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയ പലരും പറയുകയുണ്ടായി. അമൃത്സറിൽ എത്തിയ ശേഷമാണ് ഈ വിലങ്ങുകൾ അഴിച്ചതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏജൻസികൾ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിയാണ് US വർക്ക് വിസ വാഗ്ദാനം നൽകി പലരെയും ചതിയിൽപ്പെടുത്തിയതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തീർച്ചയായും മറ്റുള്ള രാജ്യങ്ങളിൽ നിയമപരമായി അല്ലാതെ എത്തിപ്പെടുന്നവർ തീർച്ചയായിട്ടും അവരുടെ നിയമ നടപടികൾ എന്താണോ അത് സ്വീകരിച്ചേ മതിയാകൂ. കാര്യം നിയമപരമായി ആ രാജ്യത്ത് പ്രവേശിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നിയമ നടപടികൾ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ എത്തിപ്പെടുന്നവർ അനുഭവിച്ചേ മതിയാകൂ. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവരിൽ പലരും നിയമപരമായി അല്ല അവിടെ എത്തുന്നതെന്ന് ഒരിക്കലും കരുതിയില്ല എന്നുള്ളതാണ്. കാര്യം ഏജൻസികളുടെ ചതിയിൽപ്പെട്ടാണ് അവിടെ എത്തിയത്. പലരും ജീവിക്കാൻ വേണ്ടി ഒരു ജോലിക്ക് വേണ്ടിയും എത്തിയവരാണ്. അപ്പം
അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ഇന്ത്യയിലെ അധികാരികൾ അവിടുത്തെ അധികാരികളുമായിട്ട് ഇടപെട്ട് അവരെ നല്ല രീതിയിൽ നാട് കടത്തുക, അതായത് നല്ല ഈ പീഡനങ്ങളൊന്നും അനുഭവിക്കാതെ തന്നെ അങ്ങനെയുള്ളവരെ നാട്ടിൽ എത്തിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഒരു അഭിപ്രായം. കാര്യം നിയമപരമായി എന്തൊക്കെയാണ് അവർ നേരിടേണ്ടതുള്ളതെന്നും മറ്റൊരു വശം, അതിലെ ആർക്കും യാതൊരു തർക്കവുമില്ല. പക്ഷേ അവരെ കൊണ്ടുവരേണ്ട ആ ഒരു രീതി കുറച്ച് എന്താ പറയാനായിട്ട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നതായിപ്പോയി എല്ലാവർക്കും. അങ്ങനെ മാത്രമേ അത് പറയാനും കഴിയുള്ളൂ. ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ഫേക്ക് ഏജൻസികൾ, അതായത് ഇങ്ങനെ ചതിയിൽപ്പെടുത്തുന്ന ഏതൊരു സ്ഥാപനങ്ങളായാലും തീർച്ചയായിട്ടും നിയമ നടപടികൾ അവർക്കെതിരെ സ്വീകരിച്ച് തീർച്ചയായിട്ടും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇന്ത്യയിലെ അധികാരികൾക്ക്, അതായത് ഏത് കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണോ ഉള്ളത് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചേ മതിയാകൂ. കാര്യം ഒരിക്കലും ഇങ്ങനെയുള്ള ജനങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള പണം നഷ്ടപ്പെട്ട് ഒരിക്കലും ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഇങ്ങനെ ഈ ജോലി വാഗ്ദാനം ചെയ്ത് ചതിക്കുഴിയിൽപ്പെടുത്തുന്ന ഒരു സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു പോകാൻ അധികാരികൾ അനുവദിക്കരുത് എന്നുള്ളത് മാത്രമല്ല, ശക്തമായിട്ടുള്ള നിയമ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുകയും വേണം. കാര്യം പലരും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ എന്താണ് അവർക്ക് സംഭവിച്ചത്? തീർച്ചയായിട്ടും വളരെ വിപരീതമായിട്ടുള്ള ഒരു അനുഭവമാണ് അവർക്കുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കാര്യം ഇവിടെ ഇപ്പം ഒരു ഉപരിപഠനത്തിന് ശേഷം ഉന്നത വേതനത്തിൽ നല്ലൊരു ജീവിതം ലൈഫ് സ്റ്റൈലിൽ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് കഴിയാത്തത് കൊണ്ടായിരിക്കും അവർ വിദേശത്ത് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അതിനും ഒരു മാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ്. ജോലി സാധ്യതകൾ, നല്ല ഉന്നത ശമ്പളത്തിന് ജോലി സാധ്യതകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ഒരിക്കലും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു ഗതിയും ഉണ്ടാവില്ല, ഒരു ഇടയും വരുത്തേണ്ടതില്ല എന്നുള്ളതാണ്.